പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 20 അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ, ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്നും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ലെന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണെന്നാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ മനസ്സിലാക്കിയിട്ട് യേശു ഇല്ലെന്ന് പ്രസംഗിക്കാൻ പോയ വ്യക്തിയാണ്. ഹല്ലേലൂയ. യേശു ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ പോയപ്പോൾ യേശു ഉണ്ടെന്ന് പറയുവാൻ തക്ക വിധം ഈ ലേഖനം മുഴുവനും എഴുതുവാനും പൗലോസ്ലീഹയ്ക്ക് കഴിവ് കൊടുത്തത് കർത്താവ് തന്നെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നവനല്ല പൗലോസ്ലീഹ. പിന്നെയോ കർത്താവിനെ പീഡിപ്പിച്ചവനാണ്. എല്ലാവർക്കും അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ അജപാലകരാണ്. ഹല്ലേലൂയ. എന്താണ് അജപാലകർ? അജപാലകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പ്രോത്സാഹനം കൊടുക്കുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്നവരാണ് അജപാലകർ. ഹല്ലേലൂയ. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. പ്രവൃത്തിയിൽ വരാത്ത പ്രാർത്ഥനകളെല്ലാം നിർവീര്യമായി പോകും. ഹല്ലേലൂയ. ഒരുവന് മാത്രം വളരണം, മറ്റുള്ളവൻ തളരണം. അങ്ങനെയുള്ള രീതിയാണ് ഇന്നത്തെ ശുശ്രൂഷകരുടെ കരങ്ങളിൽ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആരെയും ഭയപ്പെടാതെ ആരെയും കൂശാതെ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച വ്യക്തിയാണ്. സത്യസന്ധമായ വചനം. ഹല്ലേലൂയ. ഒളിവും മറവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചവനാണ് പൗലോസ്ലീഹ. സൗലായിരുന്നു, പിന്നീട് പൗലോസായി. ഈ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു എന്തായിരിക്കുന്നു? യേശു എന്താണ് പറഞ്ഞത്? യേശുവിനോടൊപ്പം ജീവിക്കാനാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ആരും തലയും കുത്തി നിൽക്കുമ്പം കിട്ടുന്നതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആർക്കാണ് വചനം കിട്ടാൻ സാധ്യതയുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് നമുക്ക് വചനം പറയുവാനും വചനത്തിൽ ജീവിക്കുവാനും സാധിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കർത്താവ് ഇന്നോ ഇന്നലെയോ അല്ല നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കണം. പരസ്പരം പ്രോത്സാഹനം കൊടുക്കണം. മറ്റുള്ളവർ ദൈവത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൂടെയും ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഒരു അപ്പോസ്തലൻ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തുകയല്ല ചെയ്തത്. അനേകർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പലരെയും വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോഴാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞ വചനം നമ്മളിൽ നിറവേറുന്നത്: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വളരാം, യേശുവിൽ വളരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഒരാപത്തും അനർത്ഥവും നമുക്ക് വരത്തില്ല. ഏത് പിശാചിൻ്റെ മുമ്പിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പിശാചിൻ്റെ കെട്ടുകളും നമുക്ക് കഴിക്കാം. കാരണം പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടിയാണ് കർത്താവ് നമുക്ക് വചനം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആരുടെ അവതാര്യമല്ല, ദൈവത്തിൻ്റെ ദാനമാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
ദൈവത്തിലായിരിക്കാം, ദൈവത്തോടൊപ്പം ജീവിക്കാം. ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് തരുന്നതൊക്കെയും കൈനീട്ടി വാങ്ങിക്കുവാൻ നാം ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ഹൃദയം ദൈവത്തിനായി കൊടുക്കണം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവൻ നിഷ്ഫലനായി പോവും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധീരമായി പൊരുതാം. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ നിലനിൽക്കാം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം, യജ്ഞിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമി അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ എല്ലാം മേലിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വര ഇന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.